മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈജയുടെ മകളാണ് അലീന എന്ന സത്യം അറിഞ്ഞതു മുതൽ തനിക്ക് ഒരു സമാധാനവുമില്ലാതെ നടക്കുകയായിരുന്നു കമല. കമലയെ അവസാനം ഒരു തീരുമാനത്തിലെത്തുകയാണ്. അമ്മയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കണം. താൻ അറിഞ്ഞതിൽ പുറമെ അമ്മ ഇതെല്ലാം അറിഞ്ഞോ, അമ്മ എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ അറിയണമെന്ന് കമലയ്ക്കും തോന്നാണ്. ഉടനെ തന്നെ കമല അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കുകയാണ്. അമ്മയെ കാണാനെന്ന കാരണം ശിവനോട് പറഞ്ഞുകൊണ്ട്. ശിവൻ അപ്പോഴേ പറയുന്നുണ്ട്, ഇത്രയും നാളില്ലാത്ത അമ്മയോടുള്ള സ്നേഹം നിനക്ക് എവിടെ നിന്നാണ് വന്നത്? നീ അമ്മയെ കാണാൻ തന്നെയാണോ പോകുന്നത്, അതോ അവിടെയുള്ള ആരോടെങ്കിലും യുദ്ധം വെട്ടാനാണോ എന്നൊക്കെ ശിവൻ ചോദിക്കുന്നുണ്ട്. കമലയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവൻ സംസാരിക്കുന്നത്. ശിവനോട് ആദ്യം കമല പറയുന്നുണ്ട്, അമ്മയെ കാണാനാണ്, അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ, അമ്മ ഇവിടെ നിന്ന് പോയിട്ട് ഒരുപാട് നാളായില്ലേ, അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരാമെന്നൊക്കെ. ശിവന് നല്ല പോലെ ഭാര്യയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അപ്പോൾ കമല സത്യം തന്നെ പറയുകയാണ്, അതെ, ഞാൻ പോകുന്നത് അമ്മയെ കാണാനും കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാനും പറയാനും ഒക്കെ തന്നെയാണെന്ന്. ശിവൻ ആദ്യം വിലക്കുന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് കമല സമ്മതിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവൻ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും കാണിക്കേ, ആ വൈജയുടെയും ബാലചന്ദ്രൻ്റെയും നാവിൽ നിന്നും കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ട് നീ ഇങ്ങ് പോന്നേക്ക്. ബാലചന്ദ്രന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, അറിഞ്ഞു വെച്ചിട്ട് തന്നെ വേണം നീ പോകാനെന്നൊക്കെ ശിവൻ മുൻകൂറായിട്ട് കമലയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കമല വിട്ടുകൊടുക്കാനും തയ്യാറല്ലായിരുന്നു. കമലയ്ക്ക് പോയേ പറ്റൂ, എങ്കിൽ പോയിട്ട് വാ എന്ന് ശിവനും. അങ്ങനെ കമല നെടുമ്പൊരിക്കൽ തറവാട്ടിലേക്ക് എത്തുകയാണ്. അമ്മയെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് അലീന തന്നെയാണ് കമലയ്ക്ക് ഡോറെല്ലാം തുറന്നു കൊടുക്കുന്നത്. അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അലീന തന്നെ അമ്മയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയും കമലയും സംസാരിക്കുന്നതിനിടയിൽ അലീന വന്ന് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മയും കമലയും സംസാരിക്കുന്നത് കേൾക്കാനായി വൈജ പുറത്ത് തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഏടത്തി അമ്മയെ പറഞ്ഞു ധരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ എന്തൊക്കെ ആണ് ഏടത്തിയോട് പറയാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായി. അമ്മയുടെ സ്വഭാവം നല്ലതുപോലെ അമ്മയോട് ആരെങ്കിലും സ്നേഹത്തോടു കൂടി സംസാരിച്ചാൽ അമ്മ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്ന് വൈജയ്ക്കും അറിയായിരുന്നു. പിന്നെ കമലേടത്തിയുടെ സ്വഭാവം അമ്മയ്ക്ക് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും അമ്മ പറയില്ലെന്ന് തന്നെ വൈജയും വിചാരിക്കുകയാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും വൈജയ്ക്ക് മനസ്സിലാവുകയാണ്, കമലേടത്തി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ ഇനി അമ്മ എന്ത് പറയാനാണ്? കമലേടത്തി ഇതെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. പിന്നെ കമലേടത്തിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് കുത്തി നോവിക്കുന്നത് പുള്ളിക്കാരിക്ക് ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പുള്ളിക്കാരിയെ കൊണ്ടാവുന്നത് ആവട്ടെ എന്ന് വൈജയും വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കമലേടത്തിയും മുത്തശ്ശിയും കൂടിയുള്ള സംസാരം തുടരുകയാണ്. മുത്തശ്ശി കമലേടത്തിയോട് പറയുന്നുണ്ട്, നീ വെറുതെ ഇതൊക്കെ പറഞ്ഞിട്ട് ആ വൈജയനെയും അലീനയെയും വേദനിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അവർ അമ്മയും മകളുമാണെന്ന് അവർക്ക് 2 പേർക്കും അറിയാം. ഇപ്പോൾ ഒരുവിധം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ബാലചന്ദ്രൻ അവരെ 2 പേരെയും പരസ്പരം അടുപ്പിക്കുന്നു പോലുമില്ല. നീ അതൊക്കെ അറിഞ്ഞിട്ട് വേണം മനസ്സിലാക്കി നിൽക്കാനായിട്ട്. നിന്നെ കൊണ്ടാവുന്ന പോലെ നീ പരമാവധി അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നീ തന്നെ പറഞ്ഞല്ലോ, നീ അറിഞ്ഞോ അറിയാതെയോ അലീനയോട് ഒരുപാട് സംസാരിച്ചു, വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് സംസാരിച്ചതെന്ന്. അതൊക്കെ നീ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനിയെങ്കിലും നീ സംസാരിക്കാനായിട്ട്. വെറുതെ ആ പെൺകുട്ടിയെ നീ വിഷമിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടി നിന്നോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? അവൾ ഇവിടെ വന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ടും ആ പെൺകുട്ടി നിങ്ങളുടെ ആരോടെങ്കിലും അവളുടെ സ്ഥാനവും അവളുടെ അവകാശങ്ങളും ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇനിയിപ്പോൾ നിൻ്റെ മകന് അവളെ വേണമെന്ന് അവൻ വാശി പിടിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമലേ. അവൾക്ക് ഇത്തിരി വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അവളിൽ നീ കാണുന്ന കുറവുകൾ എന്താണെന്ന് ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് മുത്തശ്ശി കമലയോട് ചോദിക്കുകയാണ്. കമല ഒന്നും തന്നെ തിരിച്ച് പറയുന്നില്ല. അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, ആഗ്രയിൽ വെച്ച് ഈ പറയുന്ന സ്റ്റാൻലി എന്ന് പറയുന്നവനും വളരെ കഴിവുള്ളവനും ഉന്നത തറവാട്ടിൽ ജനിച്ചവനും ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല.
എന്നോട് എല്ലാവരും വിലക്കുകയും ചെയ്തിരുന്നു നമ്മുടെ വൈജയോട് ഒന്നും ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യണ്ട എന്നൊക്കെ. അവൻ എന്തോ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ അവസാനിച്ചോട്ടെ എന്നാണ് ഞാനും വിചാരിച്ചത്. പിന്നെ അതിനിടയ്ക്കാണല്ലോ ഈ ബാലചന്ദ്രൻ അവനെ കണ്ടെത്തുകയും വൈജയോടുള്ള വാശി തീർക്കാനെന്ന പോലെ അലീനയെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നും ഇനി പറ്റൂല. കാരണം ബാലചന്ദ്രനെയും നമ്മൾ ചതിച്ചത് തന്നെയാണല്ലോ എന്ന് കമലയോട് മുത്തശ്ശി പറയുമ്പോൾ കമല ഇങ്ങനെ അതിശയിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അപ്പോൾ അന്ന് ഇവിടെ വന്ന് അലീനയെ കൊണ്ടുപോയത് ആ സ്റ്റാൻലി തന്നെയാണോ ഇത്? പിന്നല്ലാതെ അവളുടെ അച്ഛനാണ് അവളെ കൊണ്ടുപോകുന്നതെന്ന് എല്ലാവരോടും വാവിട്ട പോലെ തന്നെയല്ലേ ബാലചന്ദ്രൻ പറഞ്ഞത്. നീ പിന്നെന്താണ് ഇപ്പോൾ അതിശയിച്ചിങ്ങനെ ചോദിക്കാൻ? അല്ലമ്മേ, എന്നാലും ആ ബാലചന്ദ്രൻ്റെ മനസ്സ് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. ബാലചന്ദ്രൻ എത്രത്തോളം ധൈര്യവും നാണവും ഒക്കെ ഉണ്ടായിട്ട് വേണം അങ്ങനെ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വൈജയുടെ മുമ്പിൽ അങ്ങനെ നിർത്താൻ. അത് നിനക്ക് മനസ്സിലായില്ലേ? ബാലചന്ദ്രനോട് ചെയ്ത ചതിക്ക് ഒരു മറുചതി, അല്ലെങ്കിൽ അയാളുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം അയാൾ ഉദ്ദേശിച്ചതും അതുതന്നെ ആയിരിക്കുമല്ലോ. എന്നാലും ബാലചന്ദ്രൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ള അമ്മയുടെ മക്കൾ വല്ലവരും ആയിരിക്കണമായിരുന്നു. ഇപ്പോൾ കാണായിരുന്നു കഥകളൊക്കെ. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടേ ആ ബാലചന്ദ്രൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പാവം മനുഷ്യൻ തന്നെയാണ്. ഇപ്പോഴും കണ്ടില്ലേ, വൈജയെ അയാൾ തള്ളിക്കളഞ്ഞിട്ടിട്ടുണ്ടെന്ന് വാസ്തവത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവരൊരു വീട്ടിൽ തന്നെ അവരുടെ മക്കളായിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. കണ്ടിടത്തോളം വൈജ മാത്രം അവരിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കുന്നു. വൈജ ഏതോ ഒരു ആണിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അയാളുടെ മക്കളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അമ്മയുടെ മകനായ ശിവേട്ടനെ വെച്ചിട്ട് ബാലചന്ദ്രൻ്റെ സ്ഥാനത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊക്കെ അമ്മ സമ്മതിച്ചു കൊടുക്കുമോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ? മുത്തശ്ശിക്ക് കമല ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാനുണ്ടായിരുന്നില്ല. കാരണം കമല ചോദിക്കുന്ന ഓരോ വാക്കുകളും സത്യം തന്നെയാണെന്ന് മുത്തശ്ശിക്ക് നല്ല ബോധ്യമുണ്ട്. മുത്തശ്ശി കമല ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനെന്ന വണ്ണം മുത്തശ്ശി കമലയോട് പറയാണ്, കമലേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിനക്ക് അലീനയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. ആ മനു അവളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു ദ്രോഹവും ഉണ്ടാവാൻ പോകുന്നൊന്നുമില്ല എന്ന് കമലയോട് മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് കമല ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ അങ്ങനെ? എനിക്ക് ദ്രോഹമൊന്നും ഉണ്ടാവാൻ പോകുന്നൊന്നുമില്ല, അത് ഞാൻ സമ്മതിച്ച് തന്നെ തരാം. കാര്യം ശരിയൊക്കെ തന്നെ. ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ ഇതുവരെ ആരെയും ഉപദ്രവിക്കാനായിട്ട് പിന്നാലെയൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മയോട്? അമ്മയുടെ മകനാണെങ്കിൽ ഇങ്ങനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിച്ചു കൊടുക്കുമോ? കമലെ, ഞാനുള്ളത് പറയാലോ. എൻ്റെ മക്കൾ ആരെ വിവാഹം കഴിക്കണമെന്ന തീരുമാനം എടുക്കാനുള്ളത് അവരുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അവകാശമായിരുന്നു അത്. അതിലൊന്നും ഞങ്ങളാരും ഇടപെട്ടിട്ടില്ല. പിന്നെ അവരാരും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ വരാത്തത് കൊണ്ട് തന്നെ അവരുടെ അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടികളെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത്. അതും അവരുടെ അച്ഛൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, ഞാൻ നിങ്ങൾക്ക് വിവാഹാലോചന നടത്താൻ പോവുകയാണെന്ന്. ഇല്ലെന്ന് അവരുടെ മറുപടി കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അച്ഛൻ അവർക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയൊക്കെ തുടങ്ങിയത്. അങ്ങനെയുള്ള ഞങ്ങളോട് നീ ഈ ചോദ്യം ചോദിക്കരുത് കമലെ. പിന്നെ അലീനയുടെ വിദ്യാഭ്യാസമാണ് നിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അലീന തയ്യാറാണെങ്കിൽ അലീനയെ പഠിക്കാൻ വിടാനാണ് ഇവിടെയുള്ളവരുടെ ഉദ്ദേശം. അതല്ല, വിദ്യാഭ്യാസമല്ല നിൻ്റെ പ്രശ്നം, അലീനയ്ക്ക് സ്വത്തും പണവും ഇല്ല എന്നാണെങ്കിൽ അതും നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഏറെയാണ് അലീനയുടെ പേരിലുള്ള സ്വത്തുക്കൾ. ഇതും കൂടി കേട്ടപ്പോൾ കമല ആകെ അന്താളിച്ച് നോക്കുകയാണ് മുത്തശ്ശിയുടെ മുഖത്തേക്ക്. മുത്തശ്ശി എന്താ ഈ പറയുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശിയോട് കമല വീണ്ടും ചോദിക്കുകയാണ്, അമ്മ എന്താ പറഞ്ഞത്? മുത്തശ്ശി അതിന് മറുപടിയായി ഒന്നും തന്നെ പറഞ്ഞില്ല.
വീണ്ടും കമല ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്താ പറഞ്ഞു വന്നത്? നിനക്ക് എന്താ അറിയേണ്ടത്? അത് തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് വിദ്യാഭ്യാസമാണ് പ്രശ്നമെങ്കിൽ അവളെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാണെന്ന്. അതല്ല, നിനക്ക് സ്വത്തും പണവുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ കണ്ട ഞങ്ങളുടെ തറവാട്ടിലെ പേരക്കുട്ടികളേക്കാൾ ഒരു പടി മുൻപിലാണ് അലീന എന്ന്. അലീനയുടെ പേരിൽ നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും കണക്കിൽ കൂടുതലുള്ള സ്വത്തുക്കളും പണവും ഉണ്ടെന്ന്. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ നീ ഇതൊക്കെ മുന്നേ കൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നോ കമലെ? അല്ല അമ്മേ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ എങ്ങനെ അറിഞ്ഞു എന്നാ എൻ്റെ ചോദ്യം. അതൊക്കെ നീ വഴിയേ അറിഞ്ഞോളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സ്വത്തും പണവുമാണോ നിൻ്റെ പ്രശ്നമെന്ന്. എങ്കിൽ നീ പറയുന്നതായിരിക്കും അവിടെ കണക്ക്. അത് നീ പറയുന്നതിനെ മേലെയാവാനേ സാധ്യതയുള്ളൂ, ഒരിക്കലും താഴോട്ട് പോവില്ല. അതായത് അവരുടെ മകള് അലീനയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ മകനെ നീ ഇടുന്ന വിലയേക്കാൾ കൂടുതലായിട്ട് അവർ തരുമെന്ന്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എൻ്റെ മകനെന്താ വില പേശി കച്ചവടം നടത്താൻ പോവാണോ? അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കമലേ. നീ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മേലെ അവർ വെക്കുമെന്ന്. അല്ലെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല അവിടുത്തെ കാര്യങ്ങൾ. അവിടെ എൻ്റെ വാക്കിനൊന്നും വലിയ വിലയൊന്നുമില്ല അമ്മേ. അവൻ പറയുന്ന പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതിന് എൻ്റെ മറുപടിയൊന്നും അവന് ആവശ്യമില്ലെന്ന്. പിന്നെ ഇവിടെ അലീന സമ്മതിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അവളാണെങ്കിൽ എൻ്റെ സമ്മതം കിട്ടാതെ എൻ്റെ മകനെ വിവാഹം കഴിക്കില്ല പോലും. അങ്ങനെ എൻ്റെ സമ്മതം കിട്ടിയിട്ട് ഇവിടെ ആരും വിവാഹം നടത്താനൊന്നും പോകുന്നില്ല. പിന്നെ എൻ്റെ സമ്മതമില്ലാതെ നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്നേ ഞാനും വിചാരിക്കത്തുള്ളൂ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് എന്തുകൊണ്ടാണ് സമ്മതമില്ലാത്തതെന്ന്. ഞാൻ എന്തെന്നാണമ്മേ എൻ്റെ തറവാട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ പറയേണ്ടത്? ഏതോ ഒരു അനാഥാശ്രമത്തിൽ ജീവിച്ച പെൺകുട്ടിയെ പെട്ടെന്ന് എൻ്റെ മകൻ കണ്ടു പ്രേമിച്ചു എന്നോ? അല്ലെങ്കിൽ ഞാൻ പറയണോ എനിക്കുണ്ടായ ഒരേ നാത്തൂൻ പിഴച്ച് പ്രസവിച്ചവളാണെന്ന്? അങ്ങനെ അവളിലുണ്ടായ മകളാണ് ഈ അലീന എന്ന് ഞാൻ എൻ്റെ കുടുംബക്കാരോടൊക്കെ വിളിച്ച് പറയണമായിരിക്കും. നിങ്ങൾക്കതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കുന്നില്ലെങ്കിലും എനിക്കതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടമ്മേ. എനിക്ക് എൻ്റെ കുടുംബക്കാരോട് അതൊക്കെ വിളിച്ച് പറയാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കഥകളൊന്നും ഇല്ലെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് അമ്മ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മകന് വേണ്ടി അച്ഛൻ എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് വന്നതും. അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമായിരുന്നോ? ഉള്ളത് പറയാലോ അമ്മേ, ഇങ്ങനെ ഒരു കഥ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുവെന്ന് എൻ്റെ വീട്ടുകാരെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹത്തിന് അവരാരും സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇവിടെ നിന്നും വിവാഹം ആലോചിച്ച് വരുമ്പോൾ അവിടെ എല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നത് ആഗ്രയിൽ പഠിക്കുകയാണ് എൻ്റെ മോള്, അവിടെ ജോലിയാണ്, വലിയ സ്കൂളിലെ അധ്യാപികയാണെന്നൊക്കെയാണ്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടിയെന്ന് ഇവിടെ ആരും ആ സമയത്ത് അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ മോളുടെ ഗുണനിലവാരങ്ങൾ. പിന്നെ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കാരുടെയും സ്വത്തും പണവും ഒന്നും വേണ്ട. കുടുംബമഹിമ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ശരി തന്നെയാണ്, എൻ്റെ മകന് ഞാൻ വിലയിടല്ല. പക്ഷേ അവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ളൊരു പെൺകുട്ടി ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് അവനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വലിയ കാര്യമായി കൊമ്പത്ത് വെച്ചിട്ടും വലിയ ആവശ്യമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കും നല്ല ബോധം തന്നെയുണ്ട്. എങ്കിലും ഞാൻ ഏതൊരമ്മയെപ്പോലെ ഞാനും അത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അത് അമ്മ പറയുന്ന പോലെ മകന് വിലയിടലല്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ അമ്മേ. അമ്മ പറഞ്ഞതുപോലെ ഈ അലീനയോടോ വൈജയോടോ എനിക്കൊരു ദേഷ്യവും ഒരു വൈരാഗ്യവും ഇല്ല. പിന്നെ അലീനയെ പെട്ടെന്ന് അങ്ങനെ കയറി കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങളുടെ ആരുടെയും വാക്ക് കേൾക്കാതെയും ഞങ്ങൾ പറഞ്ഞതൊന്നും വില വെക്കാതെയും നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ നിർത്തേണ്ട ആവശ്യം എന്താണ്? ആ വീട്ടിലെ സ്ത്രീകൾ പറയുന്നിടത്തല്ലേ വേലക്കാരികളുടെ സ്ഥാനം, അല്ലാതെ വന്നും പോയി നിൽക്കുന്ന ആണുങ്ങൾ പറയുന്നിടത്തല്ലല്ലോ. അങ്ങനെ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ വാക്കിന് വില വെക്കാതെ അവളെ ആ വീട്ടിലെ വേലക്കാരി ആക്കി സ്ഥാപിച്ചപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കും കമലയ്ക്കും അവളോടുള്ള വൈരാഗ്യം കൂടാനുണ്ടായ കാരണം. പിന്നെ പോകെ പോകെ എല്ലാവർക്കും അവളോട് വലിയ കാര്യമായി. ഞങ്ങളോടൊന്നും ആരും ഒന്നും പറയുന്നതുമില്ല. അപ്പോൾ പിന്നെ വൈരാഗ്യം കൂടാൻ വീണ്ടും ഒരു കാരണം തന്നെ ആയില്ലേ?
ഉള്ളത് പറയാലോ അമ്മേ. അവിടെ നിന്നും ഈ പറയുന്ന അലീന ഇവിടേക്ക് വന്നതോടെ ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ പറയുന്ന വൈജയ്ക്കും മക്കൾക്കും അവളെ ഇഷ്ടമല്ലാതെയായി. അവളെ ആകെ സംരക്ഷിക്കുന്നത് അമ്മയും ബാലചന്ദ്രനുമായി മാറി. ഈ പറയുന്ന വൈജ അമ്മയോട് വന്നൊരേന്ന് കുത്തി കുത്തി പറയാൻ തുടങ്ങിയപ്പോൾ അമ്മയും മനസ്സ് മാറി. പിന്നെ ഈ കുട്ടികളും അവളോട് ഓരോ ദ്രോഹങ്ങളും ഉപദ്രോഹങ്ങളും ചെയ്യാൻ തുടങ്ങിയതും അവൾ ആശുപത്രിയിലായതൊക്കെ അമ്മക്കും അറിയാവുന്നത് തന്നെയല്ലേ. ഇവിടെ നിന്നും വൈജ വിളിച്ച് എന്നോട് ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ശത്രുത കൂടാനും തുടങ്ങി. അങ്ങനെയാണല്ലോ ഞാനിവിടെ വന്ന് അവളിവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഇതൊക്കെ ഞാനിപ്പോൾ അമ്മയോട് പറയാനുണ്ടായ കാരണം ഇതൊക്കെ വൈജ അലീനയുടെ മകളാണെന്നുള്ള സത്യം ആദ്യമേ ആരെങ്കിലും ഒരാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതാണ്. അമ്മേ, ഞാൻ വേറൊരു കാര്യം കൂടി അമ്മയോട് ചോദിച്ചോട്ടെ? അമ്മ സത്യം തന്നെ പറയണം. അതെന്താ അങ്ങനെ ഒരു സത്യം ചെയ്യിക്കലും ചോദ്യം ചെയ്യിക്കലൊക്കെ? അല്ല, അമ്മ സത്യം പറയണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത്രയൊക്കെ അമ്മയും ഞാനും കൂടി ഇരുന്ന് സംസാരിച്ചതാണല്ലോ. ഇതിനും കൂടി അമ്മ സത്യം പറയണമെന്ന് ഞാൻ മുൻകൂറായിട്ടൊന്ന് അഭ്യർത്ഥിച്ചെന്ന് മാത്രം. നീ ചോദിക്കുക കമലേ. നിൻ്റെ വല്ല കുനിഷ്ഠ ചോദ്യമാണെങ്കിൽ എനിക്കതിന് ഉത്തരവുണ്ടാവില്ല. അത് നേരത്തെ കൂട്ടി ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് ന്യായമായ കാര്യമാണ്, കുനിഷ്ഠ ചോദ്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീടിൻ്റെ കുറച്ച് സ്വത്തുക്കളും ഒന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ. അതിൽ അച്ഛൻ ഈ പറയുന്ന അലീനയ്ക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അമ്മേ? കമലയുടെ ഈ ചോദ്യം കേട്ട് പുറത്ത് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന വൈജയും ഒപ്പം മുത്തശ്ശിയും വല്ലാത്തൊരു ഷോക്കാവാണ്. ഇവരാരും തന്നെ അങ്ങനൊരു ചിന്ത പെട്ടെന്ന് മൈൻഡിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരാരും തന്നെ അങ്ങനെയൊന്നും കണക്ക് കൂട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും കമല അങ്ങനെ ചോദിച്ചതെന്ന് രണ്ടുപേരുടെയും മനസ്സിൽ കടന്നുകൂടാണ്. മുത്തശ്ശി ആ പറഞ്ഞ വാക്കാണ് കമലയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടാവാൻ കാരണമായതെന്ന് വൈജയ്ക്ക് മനസ്സിലായിരുന്നു. എന്നാൽ മുത്തശ്ശിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? അല്ലമ്മേ, അമ്മ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു എന്ന് മാത്രം. ഞാൻ എന്ത് പറഞ്ഞു എന്ന്? അമ്മയ്ക്കെന്താ വന്ന് ഇപ്പോൾ ഓർമ്മശക്തിയും പോയി തുടങ്ങിയോ? അല്ലടി കമലേ, ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നേ? അമ്മയല്ലേ പറഞ്ഞത് ഇവിടെയുള്ള ഏത് പേരക്കുട്ടികളെക്കാളും ഏറെ സ്വത്തും പണവും അവൾക്കുണ്ടെന്ന്. അപ്പോഴാണ് മുത്തശ്ശിക്ക് തൻ്റെ നാവിൽ നിന്നും വീണ ആ വാക്ക് കമൽ അത് നെഞ്ചിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതെ, മുത്തശ്ശിക്ക് അതിൻ്റെ പിന്നിലെ സത്യം അറിയാമായിരുന്നു. മുത്തശ്ശിയുടെ നാവിൽ നിന്നും അത് അറിഞ്ഞോ അറിയാതെയോ തന്നെ വീണുപോയതുമാണ്. മുത്തശ്ശി പറഞ്ഞതും സത്യം തന്നെയാണ്. എങ്കിലും മുത്തശ്ശി ഇനി ആ വാക്ക് കമലയ്ക്ക് നേരെ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ മുത്തശ്ശൻ കൊടുത്തിട്ടൊന്നും വേണ്ടല്ലോ. ഈ കണ്ട ബിസിനസ്സുകാരനായ ബാലചന്ദ്രൻ അവളുടെ പേരിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഓ, അമ്മയ്ക്കപ്പോൾ വലിയ ധാരണയൊന്നുമില്ല ഇതിനെക്കുറിച്ച്. അമ്മ അങ്ങ് ഊഹിച്ച് പറഞ്ഞതാണ്. എടി, അത് ഇവിടെ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞു കേട്ടതാണ്. നിങ്ങളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെയായിരിക്കും അലീനയ്ക്ക് ഇവിടെയുള്ള സ്ഥാനമെന്ന്. അപ്പോൾ പിന്നെ അത് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അവന് സ്വർണ്ണക്കടകളുണ്ട്, തുണിക്കടകളുണ്ട്, പെട്രോൾ പമ്പുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അലീനയ്ക്ക് കൊടുക്കുന്നതെന്നും അവൻ പറഞ്ഞിരുന്നു. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിൻ്റെ മക്കളെക്കാളും ഇവിടെയുള്ള 3 മക്കളെക്കാളും ഏറെ സ്വത്തും പണവും അവൾക്കല്ലേ കിട്ടാൻ പോകുന്നത്. അത് വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അമ്മ വല്ലാതെ ഉരുണ്ടെന്നോട് കളിക്കല്ലേ. ഈ കമല എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് ഇറങ്ങിത്തിരിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കമല തിരിച്ച് കയറത്തുള്ളൂ. അതമ്മ മനസ്സിലൊന്ന് കണക്ക് കൂട്ടി വെച്ചോ. അമ്മ ആ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അത് അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അതമ്മ മനസ്സിലാക്കിയതെന്നാണെന്നുള്ള ചോദ്യം അത് ഞാൻ പിന്നെ ചോദിച്ചോളാം. പിന്നെ നീ ചോദിക്കുമ്പോഴേക്കും ഞാനങ്ങ് പറയാനിരിക്കുകയല്ലേ. ഒന്ന് പോടി കമലേ അവിടെ നിന്ന്. അമ്മയോട് ഞാനൊരു വാശിക്കും വൈരാഗ്യത്തിൻ്റെയും പുറത്തൊന്നുമല്ല ഈ ചോദിച്ചത്. സത്യം അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാമെങ്കിൽ അതറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ,
അല്ലാതെ അതിന് പുറമെ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനല്ല അല്ലേ? ഞാൻ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അച്ഛനായിട്ടുണ്ടാക്കിയ സ്വത്തിൽ നിന്നും അച്ഛൻ്റെ ഇഷ്ടമല്ലേ ആർക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന്. ഇവിടെയുള്ള മക്കൾക്കൊക്കെ അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ എഴുതി നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും അച്ഛൻ ആർക്കും കൊടുക്കാതെയും നീക്കി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് ബാങ്ക് ബാലൻസും ഗോൾഡൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ ആ തറവാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളാണല്ലോ. അല്ലാതെ മറ്റ് 2 മരുമക്കളെ പോലെ ഭർത്താവിൻ്റെ ഒപ്പം വേറെ പോയി ജീവിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേ ഞാനൊരു സംശയം വിചാരിച്ചതാ, അമ്മയുടെ പേരിലായിരിക്കും അതെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ ചോദിച്ചത്. ഇതെല്ലാം കേൾക്കുമ്പോഴായിരുന്നു വൈജയുടെ മനസ്സിലും അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നത്. വൈജ പെട്ടെന്നതെല്ലാം ഓർത്തെടുക്കുകയാണ്. അച്ഛൻ ഒരു പക്ഷേ അവളുടെ പേരിലായിരിക്കുമോ ഇതെല്ലാം നീക്കി വെച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് അച്ഛൻ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരിക്കുമോ? ഇതൊക്കെ ആരോട് ചോദിച്ചാലായിരിക്കും അറിയാൻ കഴിയുക എന്നെല്ലാം വൈജ അവിടെ നിന്ന് ചിന്തിക്കുന്ന സമയത്തായിരുന്നു കമലയുടെ ശബ്ദം പെട്ടെന്ന് വന്നത്. എന്തായാലും ഞാൻ പോകുകയാണമ്മേ. എനിക്ക് അമ്മയെ കണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയണമെന്ന് തോന്നി. അമ്മയോട് ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് അതറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അമ്മ ഇപ്പോഴും എന്നോട് പറഞ്ഞില്ല ആരാണ് പറഞ്ഞതെന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞത് ഗംഗാധരനാടി. അവൻ എന്നോട് പറഞ്ഞു ഇനിയെങ്കിലും അമ്മ അത് അറിഞ്ഞിരിക്കണമെന്ന്. ഞാൻ എപ്പോഴോ ബാലചന്ദ്രനെ കുറ്റം പറയുന്നത് കേട്ടിട്ടാ സഹി കേട്ട് ഗംഗാധരൻ പറഞ്ഞത്. അവള് ബാലചന്ദ്രൻ്റെ കുഞ്ഞല്ല, അമ്മയുടെ മകളുടെ അന്ന് ആ സ്റ്റാൻലിയിലുണ്ടായ കുട്ടിയാണെന്ന്. അത് എന്നോട് അവൻ പറയുകയും ചെയ്തു. ഇതൊന്നും വൈജ അറിയാതെ നോക്കണം, ഇതൊന്നും ആരും വൈജയോട് പറഞ്ഞിട്ടില്ലെന്നൊക്കെ. ഓ, വൈജ അറിയുന്നതിന് മുമ്പേ അപ്പം അമ്മ അറിഞ്ഞു അല്ലേ? അറിഞ്ഞു. എനിക്കിതൊന്നും ആരോടും പറയാൻ കഴിയില്ലല്ലോ. ഞാനും അറിഞ്ഞു എന്ന് ആ അലീനയോടും കാണിക്കാൻ നിന്നില്ല. ഇപ്പോഴും ഞാൻ അവളോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അവളും എന്നെ വന്ന കാലത്ത് എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ തന്നെയാണ് അവൾ എന്നെയും നോക്കുന്നത്. അവളുടെ മനസ്സിൽ ഞാൻ മുത്തശ്ശിയാണെന്ന് എനിക്കറിയില്ലല്ലോ. അവൾ മേടിക്കുന്ന പൈസയ്ക്ക് അവളുടെ ഉത്തരവാദിത്തം കാണിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് സത്യാവസ്ഥകളൊക്കെ മനസ്സിലാവുന്നത്. അവളെല്ലാവരെയും അവളുടെ മനസ്ഥിതിയിലെ സ്ഥാനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അവൾ കണക്ക് കൂട്ടിയിരുന്നത്. നമ്മളെല്ലാവരുമാണ് മണ്ടന്മാരായത്. മുത്തശ്ശി അത് പറയുന്ന സമയത്ത് കമല ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. മുത്തശ്ശിയോട് കമല യാത്ര പറയുകയാണ്. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ് അമ്മേ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം അമ്മയെ കാണാനായിട്ട്. വൈജയെ കാണാനായി നിൽക്കുന്നില്ലേ കമലേ നീ? ഇല്ല, വൈജ പോയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പോകുകയാണ്. എനിക്കിപ്പോൾ ഇനി ആരോടും യാത്ര ഒന്നും പറയാനില്ലല്ലോ. ആരോടും പറഞ്ഞിട്ടുമല്ല ഞാനിവിടെ കയറി വന്നതും. നിനക്കൊരു കപ്പ് കാപ്പിയായിട്ട് ആ അലീന വന്നതല്ലേ, അവളോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോ. ഇല്ലമ്മേ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നെ പറഞ്ഞാൽ മതി. ഇതെല്ലാം കേൾക്കുന്ന സമയത്താണ് വൈജ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണരുന്നത്. വൈജയുടെ ചിന്ത മുഴുവനും അച്ഛൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടാവുമോ എന്നായിരുന്നു. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.